ചേച്ചി, ഈ വധുവൊരുങ്ങുന്ന മുറി ഏതാ? എന്തിനാ? ഞാൻ വീഡിയോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആണ്. വധുവൊരുങ്ങുന്ന മുറി അറിയണം, ലൈറ്റപ്പ് ചെയ്യാനേ. ഒരുങ്ങുന്ന വീഡിയോ എടുക്കാനാ. അവിടെയാ. ആ, താങ്ക്സ് ചേച്ചി. അമ്മേ, എന്താ ആ നിൽക്കുന്നതിനെ കണ്ടോ? ദാവൻ തന്നെ. അവനാ പ്രിയങ്കയുടെ കൂട്ടുകാരൻ. പ്രിയങ്കയെ മോഡലിങ്ങിനും സിനിമയ്ക്കെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നവൻ അവനാ. ഈ സമയത്ത് അവനോട് എത്തിയതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. എന്തു ദുരുദ്ദേശം? അവൻ കല്യാണം കൂടാൻ വന്നതായിരിക്കും. കൂടിയിട്ട് പൊയ്ക്കോട്ടെ. അമ്മ ഇത്ര നിസ്സാരമായിട്ട് കാര്യങ്ങൾ കാണരുത്. ഇന്നലെ രാത്രി വരുണിന്റെ വീട്ടിൽ വിളിച്ച് കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയാ ഇപ്പൊ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരബദ്ധവും സംഭവിക്കാൻ പാടില്ല. അവൻ പ്രിയങ്ക മോളെ കാണരുത്. വാ, നമുക്ക് നോക്കാം അവൻ എങ്ങോട്ടാ പോകുന്നെന്ന്. നോക്ക്. എവിടെ? അതാ എവിടെ? കാണുന്നില്ലല്ലോ. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇത്രയും നേരം മനസമാധാനത്തോടെ നിന്നിരുന്നതാ, ഇപ്പൊ അതും നഷ്ടപ്പെട്ടു. അമ്മ തോന്നുന്നേ ഒരു കാര്യമുണ്ട്. ഒന്നേ, അമ്മ അവനെ വ്യക്തമായിട്ട് കണ്ടതല്ലേ? അവൻ ഇങ്ങോട്ട് വന്ന് പ്രിയങ്കയെ കാണണമെന്ന് പറഞ്ഞാ കാണാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞേക്കണം. ഓ, ഇവിടുന്ന് അമ്മ മാറാനും പാടില്ല. അത് ഞാൻ ഏറ്റു. എന്റെ കണ്ണു വെട്ടിച്ച് ഒരാളും അതിനകത്തേക്ക് പോവില്ല. യശോദേ, അവൻ എവിടെയാണ് നിൽക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും കണ്ടുപിടിച്ചേ പറ്റൂ. താമ്പ. ഇതിനകത്ത് വന്നിട്ട് അക്രമമൊന്നും കാണിക്കാൻ സാധ്യതയില്ലല്ലേ? ആർക്കറിയാം? അച്ഛനമ്മമാരുടെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ. അതിനുവേണ്ടി എന്തും ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേര് കളിയാക്കി പറയുന്ന വാക്കുകളാ. അവർക്ക് തോന്നുന്ന അവർ ചെയ്യും. അത് പാര് വിഷമിച്ചാലും ചത്താലും. തമാ, ചേച്ചി, സുഖാണോ? സുഖായിരിക്കുന്നു. ചേച്ചി, വാഷ്റൂം എവിടെയാ? ആ ഭാഗത്താ. താങ്ക്സ്. ഗിഫ്റ്റ് കൊണ്ടാണോ ടോയ്ലറ്റിൽ പോകുന്നത്? അതൊക്കെ മോശമല്ലേ? ഇങ്ങതാ, ഞാൻ വച്ചേക്കാം. എന്തിനാ മടിക്കുന്നേ? ഇങ്ങത്താ. ചേച്ചി പോയിട്ട് വാന്നേ. ഒന്ന് പോടുന്നേ. അയ്യ, ഒറ്റ ചവിട്ട് തള്ള ഗിഫ്റ്റ് കൊടുക്കാൻ നടക്കുന്നു. എന്തിനാ കഥ കടച്ചത്?
ഇങ്ങോട്ട് വന്നത്? അതും ഈ പെൺവേഷത്തില്? പ്രിയങ്ക, ഞാൻ തന്നെ കാണാൻ എത്ര റിസ്ക് എടുത്ത് വന്നത്. അവിടെ എന്താ നടക്കുന്നതെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ ശരത്, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി അവിടെ ആളുകൾ കാത്തിരിക്കുക. താൻ വരുന്നില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാലേ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വരും. അത് വേണോ? എന്തൊക്കെ താനീ പറയുന്നത്? എന്ത് പൂജ? എങ്ങോട്ട് വരാനാ? ഒച്ച വെക്കല്ലേ, ഒച്ച വെച്ച ഈ കല്യാണം മുടങ്ങും. പ്രിയേ, എന്താ ഇതൊക്കെ? ഒരു സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു ഹീറോയിനായിട്ട്. അതിന്റെ പൂജാ ചടങ്ങുകളുടെ കാര്യമാണ് ശരത്ത് പറഞ്ഞത്. ഡേ, ഇനി സിനിമയെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പെണ്ണെ, കുറച്ച് ഞാൻ നിന്റെ കല്യാണോ? എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം എല്ലാരും കൂടെ നിർബന്ധിച്ച് ചെയ്യിച്ചതല്ലേ. എന്റെ സ്വപ്നം അവിടെയാ നടക്കുന്നത്. അതാരും കാണുന്നില്ല, അതാർക്കും മനസ്സിലാവില്ല. പ്രിയങ്ക, ഏതെങ്കിലും വിധത്തില് നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ. പ്രിയേ, ഒരു വിവാഹത്തിന് വേണ്ടി നീ നിന്റെ സ്വപ്നങ്ങൾ കളയൊന്നും വേണ്ട. നീ ശരത്തിനൊപ്പം പോ. എന്ത് ഫ്രണ്ട്സാ നിങ്ങള്? എന്താ നിങ്ങൾ അവളോട് പറഞ്ഞു കൊടുക്കുന്നേ? തനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. തനിക്ക് ഏതെങ്കിലും അടുക്കള കിടന്നാലും മതി. അങ്ങനല്ല പ്രിയങ്കയുടെ കാര്യം. മോളെ, ഞാൻ അച്ഛനും അമ്മയും വിളിക്കും, ഞാൻ മുത്തശ്ശിയും വിളിക്കും. അവർക്കിത് അറിഞ്ഞാലുണ്ടല്ലോ. ആരെയും വിളിച്ചു കൂട്ടണ്ട. ഞാൻ തന്നെ മണ്ഡപത്തിലേക്ക് ചെന്നോളാം. അവിടെ കയറി നിന്ന് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് വിളിച്ചു പറയാം. ചെല്ലട്ടെ? വേണ്ട മോളെ, അങ്ങനൊന്നും ചെയ്യരുത്. പ്രിയങ്ക, സിനിമയുടെ പൂജയും നടക്കണം, കല്യാണവും നടക്കണം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോന്നാ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. ശരത്തെ, അങ്ങനെയാണെങ്കിൽ സിനിമക്കാരോട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ? എന്നിട്ട് വരുണോട് അനുവാദം ചോദിച്ചിട്ട് പ്രിയങ്കയ്ക്ക് പോവാലോ. താൻ എന്താ അവരെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവർക്ക് നഷ്ടം വരുന്നതേ ലക്ഷങ്ങളാ. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താലേ അവരുടെ സിനിമയുടെ മുഴുവൻ ചെലവ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാനുണ്ടോ നിങ്ങളുടെ അച്ഛന്റെ കയ്യില്? ഒരു കാര്യം ഞാൻ പറയാം, കാര്യങ്ങൾ കൈവിട്ടൊന്നും തോന്നിക്കഴിഞ്ഞാ ഞാൻ മുങ്ങിക്കളയും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിരിക്കും അനുഭവിക്കുന്നത് മുഴുവൻ. ശരത്തെ, ഈ പൂജ എത്ര സമയം പോവും? പ്രിയങ്ക എന്റെ കൂടെ വരികയാണെങ്കിൽ അവിടെ ഒന്ന് തിരികെത്തിക്കേണ്ട സമയം 15 മിനിറ്റിനുള്ളിൽ പ്രിയങ്ക ഞാൻ ഇവിടെ തിരിച്ചെത്തിക്കാം. ഷുവർ ആണോ? ഞാൻ വാക്ക് പറയല്ലേ. ഇയാൾ അവിടെ നിന്ന് പ്രസന്റ് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അവിടുന്ന് പോരാം. എന്റെ കൃഷ്ണ, എന്തൊക്കെയാ കേൾക്കുന്നേ? ഇതിനിടയ്ക്ക് പ്രിയങ്ക പോവാനോ? അതൊന്നും പറ്റില്ല. ചേച്ചിക്ക് ഇപ്പൊ എന്താ കാണണ്ടേ? മാനക്കേട് കൊണ്ട് അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ചാവുന്നതാണോ, അതോ ഞാൻ ഇതിനകത്ത് തൂങ്ങിച്ചാവുന്നതാണോ? എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ഈ ആഭരണങ്ങളും വേഷമൊക്കെ അണിഞ്ഞ് ചേച്ചി സ്റ്റേജിൽ ഇരിക്കണം. ഞാനോ? അതൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ വിവാഹം മുടക്കുക എന്ന മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ഞാനത് ചെയ്യും. ചേച്ചി, ചേച്ചി ഇവിടെ ഇരുന്നാ മാത്രം മതി. ഇങ്ങോട്ട് ആരും കയറാതെ സോനയും ജാനിയും നോയിക്കോളൂ. സോന, ഒരു കാരണവശാലും ഇവിടെ പിടിക്കപ്പെടരുത്. അത് ഞങ്ങൾ ഏറ്റു. നീ പോയി തിരിച്ചു വരുന്നത് വരെ ഒരാള് പോലും ഇങ്ങോട്ട് വരില്ല. രാധിക, ഞങ്ങൾ തന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം. ഈ ഒരു ഘട്ടത്തില് തനിക്കല്ലാതെ വേറെ ആർക്കും തന്നെ അനിയത്തെ സഹായിക്കാൻ പറ്റില്ല. എടോ, കുറച്ചു നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. പ്ലീസ് ചേച്ചി, ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ എന്നേക്കുമായിട്ട് നമ്മുടെ കുടുംബം ഇല്ലാതാവും. പ്ലീസ് പ്ലീസ് ചേച്ചി, എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാ. എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ്. പ്ലീസ് പ്ലീസ് ചേച്ചി.
നിനക്കൊന്നും സംഭവിക്കരുത്. നമ്മുടെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത്. ഇല്ല ചേച്ചി, ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ വേഷമായിട്ട് ഇവിടെ ഇരിക്കാം. പക്ഷെ എന്നെ ആരും കാണരുത്. അത് ഞങ്ങളേറ്റു. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ചേച്ചി ഒരുങ്ങാൻ നോക്ക്. ഞാൻ ഇതൊക്കെ അഴിച്ചു തരാം. മോളെ, ഒന്നും വരില്ല ചേച്ചി. ഭഗവാൻ കൃഷ്ണൻ ചേച്ചിയുടെ കൂടെ ഇല്ലേ? നമ്മുടെ കുടുംബത്തെ ചേച്ചിയുടെ ഭഗവാൻ കരയിക്കില്ല. എന്താ പരമേശ്വര, വരൻ തന്നെയാണോ ഫോട്ടോഗ്രാഫർ? ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ അവന്റെ ക്രേസാണ്. മാത്രമല്ല, നമ്മളാരും സ്വന്തം കല്യാണത്തിന്റെ ഫോട്ടോസ് എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം ചേഞ്ച് അല്ലേ വേണ്ടത്. നടക്കട്ടെ. വരുൺ, എന്താ മുകുന്ദൻ അങ്കിളിന് അതിശയം. സ്വന്തം കല്യാണത്തിന്റെ ഫോട്ടോസ് നീ എടുക്കുന്ന കണ്ടിട്ട്. കാരണവും അച്ഛൻ വിശദീകരിച്ച് ഓ ആ എന്നാ പിന്നെ അച്ഛനും മുകുന്ദനങ്ങളും ഒന്ന് ചേർന്നിരുന്നു. ആ, ഞാനൊരു ഫോട്ടോ എടുക്കാം. കൊള്ളാം. തിരുകൂടെ എടുത്തു. ആ ചിരിച്ചേ, അടിപൊളി. ഞാൻ ഇപ്പോൾ വരാം. അച്ഛാ സോമേട്ടാ, ഒരു മിനിറ്റ്. ബിജു, പെൺകുട്ടി ഒരുങ്ങി കഴിഞ്ഞു. ഞാനങ്ങോട്ട് പോയില്ല. ഇതെന്തിനാ എന്നോട് കൂടെ കൂടെ ചോദിക്കുന്നേ? അല്ല, പെണ്ണ് റെഡി ആയിട്ടുണ്ടെങ്കിലേ എനിക്ക് അയാളുടെ ഫോട്ടോസ് ഒന്ന് എടുക്കണമെന്നുണ്ട്. നല്ല ചേലായിരിക്കും. പെണ്ണ് ഒരുങ്ങുന്നിടത്തേക്ക് വരാൻ പോവുക, എന്നിട്ട് അവളുടെ ഫോട്ടോ എടുക്കുക. കുറച്ച് കഴിഞ്ഞാലേ കയ്യിലോട്ട് കിട്ടുകയല്ലേ? എടാ എന്നാലും പിന്നെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്തോടോ ആവാമല്ലോ. എടാ അത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ. കല്യാണത്തിന് മുമ്പ് അയാൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു ബ്യൂട്ടി, അതാ എനിക്ക് പകർത്തണ്ടേ. നമ്മുടെ നാട്ടിലെ ഇതിനെ നല്ല നട്ടപ്രാന്തെന്നാ പറയാറ്. കഴിഞ്ഞില്ലേടാ നിന്റെ ഫോട്ടോ എടുപ്പ്? അയ്യോ, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ എന്താ മോഹമെന്നറിയാമോ? പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിന്റെ ഫോട്ടോ എടുക്കണം. ആ, അതൊരു ത്രില്ലല്ലേടാ. കേക്ക് മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്തു കുഴപ്പം? ആൺപിള്ളേരായാലേ ഇച്ചിരി പോക്രിത്തരമൊക്കെ വേണം. കേട്ട് പഠിക്കടാ. അതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. അല്ലെങ്കിൽ പിന്നെ ഈ പ്രായത്തിൽ എന്താടാ രസം? കേട്ടാ എന്റെ പൊന്നു മുത്തശ്ശി, ഇതൊക്കെയാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ന്യൂജൻ മുത്തശ്ശി. അതേടാ, ഞാൻ മനസ്സുകൊണ്ടേ ന്യൂജന. ഇവിടെ ഈ നടക്കുന്ന ചടങ്ങൊന്നുമല്ല. നല്ല അടിപൊളി കല്യാണോ എന്റെ മനസ്സിൽ. പേരക്കുട്ടിക്ക് പറ്റിയ കൂട്ട്. മോനെ, നിനക്കിപ്പ എന്താ വേണ്ടത്? നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എടുക്കണം. നീ പൊയ്ക്കോടാ, പോയി എടുത്തോ. കണ്ടടാ, പക്ഷേ കൂടുതൽ ബഹളം ഒന്നും ഉണ്ടാക്കാതെ ഒതുങ്ങിപ്പോയി എടുത്തോണം, കേട്ടല്ലോ. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ ചിരി ഉണ്ടല്ലോ, ഈ കള്ളച്ചിരി, അതെന്ത് ക്യൂട്ടാണെന്ന് അറിയോ? ഒന്നും അനങ്ങാതെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ. നിന്നു. റെഡി? എന്നാലേ ഞാനിപ്പ വരാം. പിന്നെ അച്ഛനും അമ്മയും ചോദിച്ചാലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. നീ ഒന്ന് പോടാ ചെക്ക. അച്ഛനും അമ്മയല്ല, ഈ മണ്ഡപത്തിലുള്ളവര് മുഴുവൻ ഒന്നിച്ചു ചോദിച്ചാലും അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്റെ ചക്കര മുത്തശ്ശി. ഞാൻ പിന്നെ വരാം. മുത്തശ്ശി എങ്ങനെ സാധിക്കുന്നത്? പോടാ.
പ്രിയങ്ക, ഇനി നമുക്ക് പെട്ടെന്ന് പോകണം. ഞാൻ മണ്ഡപത്തിലേക്ക് വന്നപ്പോ തന്റെ അച്ഛനും അമ്മ എന്നെ കണ്ടിട്ടുണ്ട്. അവരെന്നെ ഫോളോ ചെയ്യുകയും ചെയ്തു. അവരാരുടെങ്കിലും കണ്ണിപ്പെട്ട ഞാൻ അതോടെ തീർന്നു. നീ മുറിയിലേക്ക് വന്നതുപോലെ സാരി കൊണ്ട് മറച്ചു വെച്ചോ. പ്രിയങ്കെ, നീ ആ ഷോൾ തലേ കൂടി ഇട്ടോ. ചേച്ചി എന്നാ ഞാൻ പോട്ടെ. എന്താ പ്രിയ, എന്റെ ശരീരം വിറയ്ക്കുക. എന്തോ ആപത്തുണ്ടാവാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ഇത്ര നേരം ചേച്ചിയുടെ ചെവിട്ടിലല്ലേ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു മാറ്റം? തെറ്റാണ്. അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും പിന്നെ ആ വരുണിന്റെ വീട്ടുകാരോടും ഒക്കെ ചെയ്യുന്ന തെറ്റേത്. മോളെ, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല. താൻ എന്താടോ കാണിക്കുന്നേ? തന്നെ ആ വീട്ടിലേക്ക് ദത്തെടുത്തല്ലേ? അങ്ങനെയുള്ള ആ വീട്ടുകാരോട് തനിക്കൊരു കടപ്പാടില്ലേ? ആ കടപ്പാട് പ്രിയങ്കയോടില്ലേ? അതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സമയത്ത് കാണിക്കണം. ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ അതിനുള്ളിൽ അവർക്ക് കിട്ടാൻ പോകുന്നതേ നല്ലൊരു ഫ്യൂച്ചറാ. അതില്ലാതാക്കിയത് കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഫോൺ വിളിച്ച് ആ പ്രൊഡ്യൂസറോടും ടീമിനോടും ഇങ്ങോട്ട് വരാൻ പറയാം. അവരെ ഒന്ന് ഇവിടെ എല്ലാം തല്ലി തകർക്കട്ടെ, കൈ കിട്ടുന്നവരെല്ലാം വെട്ടിക്കൊല്ലട്ടെ. അത് കണ്ടാൽ മതിയല്ലോ തനിക്ക്. ചേച്ചി, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഞാൻ തിരിച്ചെത്തിക്കോളാം. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ പോണോ അതോ ഇവിടെ നിന്ന് ഞാൻ ഈ കല്യാണം മുടക്കണോ? എന്നെ ഇപ്പൊ പോവാൻ സമ്മതിച്ച ഈ വിവാഹം നടക്കും. അല്ലെങ്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്നോ അമ്മ ചങ്ക് പൊട്ടി മരിക്കുമെന്നോ ഒന്നും ഞാൻ ചിന്തിക്കില്ല. വേണ്ട, അങ്ങനൊന്നും ചെയ്യണ്ട. നീ പോയിട്ട് പെട്ടെന്ന് വാ. എങ്ങനെയെങ്കിലും ഈ വേസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്നോളാം. പ്രിയങ്ക, വാ. പെട്ടെന്ന് വരണേ. മോനെങ്ങോട്ടാ ഇതും കൊണ്ട്? അതെ, ഈ അറ്റ്മോസ്ഫിയർ മൊത്തം എനിക്കൊന്ന് പകർത്തണം. ഈ മണവാളം വേഷത്തിൽ അത് ചെയ്യുന്നതിന് അച്ഛനോടും അമ്മയോടും പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ നടക്കട്ടെ. അല്ല, കൂട്ടിനാരെങ്കിലും വേണോ? ഏയ് വേണ്ട. ശരി അച്ഛൻ. ആ ഭാഗത്ത് ചെറിയൊരു വാതിലുണ്ട്, അതുവഴി ഇറങ്ങാം. വണ്ടി അവിടെ വെച്ചിരിക്കുന്ന മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നു. അവരൊന്നും കാണില്ല. വാ.